ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് കിഡ്സ്. മീ അനുരഗ്. ഞാൻ നിങ്ങളെ സ്വന്തം അനു മിസ് ആണ്. ഓക്കെ, മക്കളെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ ഓണപരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. എല്ലാവരും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓണപരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻസുകളായിരിക്കും അല്ലെ. അപ്പൊ നിങ്ങൾ എല്ലാവരും സൈലത്തിന്റെ ക്ലാസ്സുകളൊക്കെ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. ഒരു ലൈവ് പോലും മിസ് ചെയ്യാതെ എല്ലാ മാരത്തോണും എല്ലാ റിവിഷൻ ക്ലാസ്സുകളും നിങ്ങൾ മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യാം. നാളെ 11-ാം തീയതി കൃത്യം 7 മണിക്ക് മാത്സിന്റെ റിവിഷൻ ക്ലാസ്സുമായിട്ട് ഞാൻ തന്നെ വരുന്നുണ്ടായിരിക്കും. അപ്പൊ എന്റെ കൂട്ടുകാരെല്ലാവരും ഫ്രണ്ട്സിനോട് ഈ ഒരു വിവരം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോഴേ ഞാൻ പറയട്ടെ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ 3-ാമത്തെ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വേഗം ഒന്ന് ചെയ്ത് നോക്കാം. എക്സാം വൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വരുന്നതും അതുപോലെ CM കിഡ് സ്കോളർഷിപ്പ് എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യനും കൂടിയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. ചോദ്യം ഒന്ന് വായിച്ചു നോക്കാം. ഒരു വരിയിൽ 27 പേരുണ്ട്. ഒരു ക്യൂല് 27 പേരുണ്ട്. നടുക്ക് നിൽക്കുന്ന കുട്ടിയുടെ നമ്പർ 4068 ആണ്. എത്രയാണ്? 4068 ആണ് സെന്ററിൽ നിൽക്കുന്ന കുട്ടിയുടെ നമ്പർ എന്ന് പറയുന്നത്. ആ വരിയിലെ ആദ്യത്തെ കുട്ടിയുടെ ടിക്കറ്റ് നമ്പർ എന്താണ്? അവസാനത്തെ കുട്ടിയുടെ ടിക്കറ്റ് നമ്പർ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ടോട്ടൽ ഒരു ക്യൂ ഉണ്ട്. ആ ക്യൂ എന്ന് പറയുന്നത്, ഒരു ക്യൂവിൽ നിറയെ എത്ര കുട്ടികളുണ്ട്? 27 പേരുണ്ട്. ഈ 27 പേരിൽ നേരെ സെന്ററിൽ വരുന്നത്, നടുവിൽ വരുന്നത് എത്രാമത്തെ കുട്ടിയായിരിക്കും എന്നാണ് എന്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. നേരെ സെന്ററിൽ വരുന്നത് 14th കുട്ടിയായിരിക്കും അല്ലെ. 14ാമത്തെ കുട്ടിയായിരിക്കും. കാര്യം അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടും 13 പേരുണ്ടായിരിക്കും, ഇങ്ങോട്ടേക്കും എത്ര ഉണ്ടായിരിക്കും? 13 പേരുണ്ടായിരിക്കും. ശരിയല്ലേ? 13 പേരും 13 പേരും നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇവിടുന്ന് 13 പേര്, ഇവിടുന്ന് 13 പേര്, ആകെ 26 പേര്. 13ഉം 13ഉം 26ഉം ഒന്നും കൂടെ ചേർന്നാലാണ് 27 പേരാവുക. അപ്പൊ നേരെ സെന്ററിൽ നിൽക്കുന്നത് 14ാമത് ആളായിരിക്കും, 14th പേഴ്സൺ ആയിരിക്കും. സോ സെന്ററിലുള്ള ആളുടെ നമ്പർ ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാണ്? 4068 ആണ് അല്ലെ. 4068 ശരിയല്ലേ? ഇനി അതിന്റെ ഫസ്റ്റ് നിൽക്കുന്ന ആളുടെ നമ്പറും സെക്കൻഡ് അല്ല ലാസ്റ്റ് നിൽക്കുന്ന ആളുടെ നമ്പറും നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഭയങ്കര എളുപ്പമല്ലേ? സെന്ററിൽ നിൽക്കുന്ന ആളെക്കാളും 13 ആളുകൾ കൂടുതലാണ് എവിടെ? ലാസ്റ്റ് നിൽക്കുന്ന ആളുടെ അടുത്തേക്ക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 4068നോട് 13 ആഡ് ചെയ്ത് നോക്കണം. അപ്പൊ ആഡ് ചെയ്ത് നോക്കിക്കോ, എത്ര വരും? 1, ബാക്കി എത്ര വരും ഇവിടെ? 6 2 8, 4081 എന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കണം. കാണുന്നുണ്ടല്ലോ അല്ലെ? 4081 എന്ന ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ഫസ്റ്റ് ആളുടെ നമ്പർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് 13 മൈനസ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ നമ്മൾ 13 മൈനസ് ചെയ്യാണ് വേണ്ടത്. അപ്പൊ -13 ചെയ്ത് നോക്കണം. 4068നോട് 13 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 8 നിന്ന് 3 പോയാൽ 5, 6 നിന്ന് 1 പോയാലും 5, 4055 എന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കും. സോ നമുക്ക് കിട്ടിയ 2 ഉത്തരങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. സോ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചതും അതേപോലെ തന്നെ നിങ്ങൾ കണ്ടുപിടിക്കുന്ന ഉത്തരവും കൃത്യമാണോ എന്ന് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ സെന്ററിൽ നിൽക്കുന്ന കുട്ടി എത്രാമതാണെന്ന് നിങ്ങൾക്ക് ആദ്യം കിട്ടണം. വേണ്ടേ? ഈ ഒരു മിഡിൽ പൊസിഷനിൽ നിൽക്കുന്ന കുട്ടി 14ാമതാണെന്ന് കിട്ടിയാലേ നമുക്ക് ആൻസർ ഇത്രയും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ പറയണം. കൂട്ടത്തിൽ ഇവിടെ ബോർഡിൽ ഞാനൊരു ക്വസ്റ്റ്യൻ കൊടുക്കുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതിന്റെ ആൻസർ എന്ത് വരും എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. A ആണോ, B ആണോ, C ആണോ, D ആണോ എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. സോ ഇതുപോലെ നമ്മളെ സൈലത്തിന്റെ ക്ലാസ്സുകളൊക്കെ സ്നേഹിച്ച് എല്ലാവരും നിങ്ങളെ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടി വന്ന് കമന്റ് ബോക്സിൽ എല്ലാം ആൻസർ ഒക്കെ പറഞ്ഞ് അടിപൊളിയാക്കി വൈബാക്കി എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം. സോ മിസ്സിന്റെ ക്ലാസ് ഇഷ്ടമാണെങ്കിൽ പറയാം. അതിന്റെ കൂടെ ഇതിന്റെ ആൻസറും കൂടെ കമന്റ് ബോക്സിൽ പറയാം. എക്സാമിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സെറ്റ് ആണ് കേട്ടോ. ഇവിടെ ടീച്ചേഴ്സ് എല്ലാവരും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരുങ്ങി നിൽക്കുന്നത്. സോ ഒരു ക്ലാസ് പോലും മിസ് ചെയ്യാതെ എൻ്റെ മക്കളെ കാണുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിന്റെ കൂടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യട്ടെ. ഇന്നാണ് നമ്മളുടെ പ്രാണ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ളതിന്റെ ഓഫർ എൻഡ് ചെയ്യുന്ന ഡേറ്റ്. അപ്പോൾ നമ്മൾ പ്രാണ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ എല്ലാവരും ഇങ്ങനെ എപ്പം ജോയിൻ ചെയ്യും എന്നുള്ള രീതിയിൽ നോക്കിയിരിക്കുകയാണ്. സോ മക്കളെ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന് കൂടെയാണ് നമ്മൾക്ക് ഇവിടെ ഓഫർ ഉള്ളൂ. 10% ഡിസ്കൗണ്ടിലാണ് നിങ്ങൾക്ക് ഇപ്പം ഓഫർ കിട്ടുന്നത്. അപ്പൊ ആ ഒരു ഡിസ്കൗണ്ടിൽ കയറുകയാണെങ്കിൽ ചെറിയ പൈസയിൽ നമുക്ക് ഈ ഒരു വർഷം മൊത്തം നമ്മളെ പ്രാണ ബാച്ചിലൂടെ പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. സോ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക, നല്ല കുട്ടികളായിട്ടിരിക്കുക. എല്ലാവരും എന്ത് ചെയ്യാതെ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ 9954000800 എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രാണ ബാച്ചിന് എല്ലാ ഡീറ്റെയിൽസും കിട്ടും. ഓണം എക്സാം ആണ്, റിവിഷൻ ക്ലാസ്സുകൾ, എക്സാംസുകൾ, മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ, അതിന്റെ ആൻസർ കീ, ഇതൊക്കെ കിട്ടാൻ വേണ്ടി വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. അപ്പോൾ 10% ഡിസ്കൗണ്ട് ഇന്ന് കൂടെയുള്ളൂ. മറക്കണ്ട, ഫ്രണ്ട്സിനോടൊക്കെ അറിയിക്കുക. ഇതിന്റെ കൂടെ നാളത്തെ നമ്മളെ മാത്സിന്റെ ലൈവ് മിസ് ചെയ്യാതെ നിങ്ങൾ വാച്ച് ചെയ്യുക. എല്ലാവരും ലൈവിൽ ഉണ്ടായിരിക്കുക. ഓൾ ദി ബെസ്റ്റ്.